എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ പഴമ്പാലക്കോട് അംശം ദേശത്താണ്. പഴമ്പാലക്കോടിലാണ് നമ്മൾ താമസം. അപ്പോൾ ഞാനവിടെ ഒരു ചെറിയ ഷോപ്പെല്ലാം നടത്തുന്നുണ്ട്. ഗൾഫ് റിട്ടേണാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാച്ചുറോപ്പതി ഉണ്ട്. നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സന്ധ്യ മാഡത്തിൻ്റെ കീഴിലുള്ളതാണ് സ്ഥാപനം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വന്നിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഷുഗർ കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷെ അത് അത്ര ഇതൊന്നുമില്ല, മെഡിസിനൊന്നുമില്ല. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിസിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോൻ ഇവിടെ വന്ന് നാച്ചുറോപ്പതിയിൽ വന്നിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി താമസിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് മോൻ പറഞ്ഞു, ശരി അച്ഛാ, നിങ്ങൾ എന്തായാലും പോയിട്ട് നമ്മൾ ഈ നാച്ചുറോപ്പതിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടിയിരുന്നു. കാരണം ഈ ഷുഗർ ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ ഡിസോർഡറായിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. ചിലപ്പോൾ കാലത്ത് ചില ദിവസം കഴിക്കും, ചില ദിവസം ഒരു വീക്കിൽ ചിലപ്പോൾ കഴിക്കുകയില്ല. അങ്ങനെയായിരുന്നു. അവസാനം എനിക്ക് പിന്നെ നോക്കുന്ന സമയത്ത് ഷുഗർ വന്നിട്ട് 250 ആയി ലെവൽ, ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം. പിന്നെ ഞാൻ അപ്പോൾ ശരി എന്തായാലും ഞാൻ എഗ്രി നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് അഡ്മിറ്റായി. അപ്പോൾ ഈ കഴിഞ്ഞ 18-ാം തീയതി വന്നിട്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നോക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് ഷുഗറെല്ലാം മരുന്ന് കഴിക്കാതെ തന്നെ ഒരു ലെവൽ വരുന്നത്. കാരണം മെയിനായിട്ട് ഇവരുടെ ഫുഡാണ്, അതിൻ്റെ ഫുഡ് കൺട്രോളാണ് ഇവരുടെ മെയിൻ ഇത്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് ഇതൊക്കെ ശരിയാവാൻ തുടങ്ങി. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും നോക്കുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ 67, 60, 70 അതിന് മേലെ പോകുന്നില്ല. അപ്പം നമുക്ക് ഒരു നല്ല ഒരു തൃപ്തി തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് നോക്കുന്ന സമയത്ത് 130, 140 ആ ലെവലിൽ വരും. ഇനി ചില സമയത്ത് നോക്കുന്ന സമയത്ത് ഒരു 155, 160 വരയ്ക്കൊക്കെ വരുന്നുണ്ട്. അതിന് മേലെ പോകുന്നില്ല. എന്തായാലും നല്ലൊരു അനുഭവമാണ്. പക്ഷേ ഇവിടുത്തെ എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ തൃപ്തി തോന്നുന്നു. കാരണം ഇതൊരു ഹോസ്പിറ്റലായിട്ടേ തോന്നുന്നില്ല. ആയുർവേദ ഒരു നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്രമം മാതിരിയോ എന്തൊക്കെ തോന്നുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു നല്ലപോലെ ഒരു തൃപ്തിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. ഇനി ഒരു 3 മാസം അവർ മെയിനായിട്ട് പറയുന്നത്, 3 മാസം നമ്മളിത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സ്ട്രിക്റ്റ്ലി ഈ അവരുടെ ഫുഡ് മറ്റേ ചെറിയ നമ്മളുടെ എന്താ പറയുക, നാച്ചുറലായിട്ട് കിട്ടുന്നത് പിന്നെ ഉള്ള ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഷുഗർ ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. കാരണം ഒരു പറയുന്നത് നമ്മൾ ഫുഡിൽ നിന്നാണ് ഒരുവിധമുള്ള നമുക്ക് അസുഖങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് ശരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പറഞ്ഞാൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്.